കൈലാസ് എന്ന ഈ ആക്ഷന്റെ വലിയ പാഠം പുസ്തകത്തിൽ നിന്ന് പഠിച്ചത് ഏറ്റവും മനോഹരമായ ഒരു കാര്യം എന്താണ് ഷാജി കൈലാസ് പഠിച്ചത്? അങ്ങനെ അഭിപ്രായം പറയാനായിട്ടുള്ള ആളായിട്ടില്ല ഞാൻ. എന്തായാലും സാറിൻ്റെ സിനിമകൾ തന്നെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ കണ്ട് ശീലിച്ച ഏറ്റവും വലിയ ബിഗ് കൊമേഴ്ഷ്യൽസ് എടുത്തത് ഷാജി സാറാണ്. ഞാൻ ആ സിനിമകളൊക്കെ കണ്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. നമ്മളുടെ തലയിൽ ഓടിയിട്ടുള്ളത് ആ എനർജിയും ആ ഇതുമാണ്. അങ്ങനെയുള്ള എന്താ പറയുക, ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയത് തന്നെ അങ്ങനെ ഒരു വർക്കിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതാണ് എൻ്റെ ഒരു ഭാഗ്യം. പിന്നെന്താ പറയുക, പണിയറിയുന്ന വൃത്തിക്ക് പണിയറിയുന്ന ആൾക്കാരെ കുറിച്ച് നമ്മളോടൊന്നും അഭിപ്രായം ചോദിക്കാതിരിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അല്ല, ജോഷേട്ടൻ എന്താണ് പഠിക്കാൻ പറ്റിയത് ഷാജി കൈലാസ് സാറിന്? സിലബസ് ടഫായതുകൊണ്ട് ഞാൻ പഠിക്കാൻ കുറച്ച് മോശമാണ്. അതുകൊണ്ട് ഇതെല്ലാം വലിയ സിലബസുകളാണ്. ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ 10ാം ക്ലാസ് PDC ആ ടീമാണ്. ജോജു എന്നൊരു ആർട്ടിസ്റ്റിനെ കറിയാൽ ഭയങ്കര എനർജി തരുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഞങ്ങൾക്ക് എല്ലാം വരുമ്പോഴേ ആ വരവ് വരുമ്പോഴേ ഇങ്ങനെ അറിയാം, ഇങ്ങനെ വരും. അപ്പോഴേ നമ്മുടെ ആ എനർജി കൊണ്ടാണ് വരുന്നത് സെറ്റ്. അത് ഒരു പ്രശ്നമില്ലാതെ മനോഹരമായിട്ട് സാർ ഈ ഇത് മതിയോ, ഇങ്ങനത്തെ മൂഡ് മതിയോ, ഇങ്ങനെ ചോദിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. എന്നാൽ പുള്ളി എല്ലാ സിനിമകളും കണ്ട് കാണുക. സിനിമ എന്നൊരു ഭയങ്കര പാഷനായിട്ടുള്ള, സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഭയങ്കര പാഷനായിട്ടുള്ള ഒരു ലൈഫാണ് പുള്ളി. വേറെ ഒന്നിനെ പറ്റി പുള്ളി ഇതില്ല, ഒള്ളി സിനിമ. ലേറ്റായതിന് സോറി. ഞാൻ ചാലക്കുടി അതിരപ്പള്ളി വാഴച്ചാലിലാണ് ഷൂട്ടിങ്. അവിടുന്ന് വന്നുകൊണ്ട് നല്ല ബ്ലോക്ക് ഇട്ടുകൊണ്ട് വൈകിപ്പോയതാണ്. എന്നെ ഇടിക്കാൻ പഠിപ്പിച്ച ആളാണ് ഇവിടെ ഇരിക്കുന്ന ജോസ്. കാരണം ഞാൻ കളറൊക്കെ ചെയ്ത് നരച്ച മുടിയൊക്കെ ജോസഫ് അഭിനയിക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് പൊറിഞ്ഞു നോക്കി. അതെനിക്ക് ചെയ്യാൻ പറ്റുന്ന പോലും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ വേഷം എന്നെ വെച്ച് ചെയ്ത് എനിക്ക് ധൈര്യം തന്ന ജോസ് സാറാണ്. അതിനുശേഷം ഹാൻഡിൽ ചെയ്തു. ഇനി അടുത്തത് പറയാനുണ്ടെങ്കിൽ, ജോസ് സാറിൻ്റെ സിനിമയിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഷാജി സാറിൻ്റെ ബാബ കല്യാണി എന്നുള്ള സിനിമയിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു. അതിൽ ലാലേട്ടനെ ക്ലോസ് റേഞ്ചിൽ കണ്ടത് ആ പടത്തിൽ വെച്ചിട്ടാണ്. അതിനു മുമ്പ് കൊല്ലിയേട്ടൻ എന്നുള്ള സിനിമയുടെ സെറ്റിൻ്റെ പുറത്തു നിന്ന് ഷൂട്ടിംഗ് കാണാനുള്ള അവസരം ഉണ്ടായി. അവിടെ നിന്ന് ഇവിടെ നിൽക്കുമ്പോൾ ദൈവാനുഗ്രഹം അല്ലെങ്കിൽ എന്താ പറയുക, ഇതിൽ പറയാൻ വലിയ അനുഗ്രഹം വേറെ ഇല്ല. ഇത്രയും വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇടിയൊക്കെ ഇടിച്ചിട്ടുണ്ട്, പറ്റാവുന്ന അത്ര ഇടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സീൻസ് ഉള്ളത് അർജുൻ അശോകനായിട്ടാണ്. സോ ഹൗ വാസ് ദി ഹോൾ എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് അർജുൻ അശോകൻ? നന്നായിരുന്നു. അർജുൻ ചേട്ടനോട് നിൽക്കുന്ന ചേച്ചി, വാവ എല്ലാവരും ഉണ്ടായിരുന്നു. വാവ അത്യാവശ്യം നല്ല കുറുമ്പിയാണ്. അപ്പോൾ സെറ്റിൽ ഫുൾ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. യെസ്. ഞാൻ അങ്ങനെ അർജുൻ ചേട്ടനോട് വർക്ക് ചെയ്യണ മുമ്പ് അങ്ങനെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നുള്ളത്. ബിക്കോസ് ഇതിനു മുമ്പ് അമ്മയുടെ പരിപാടിക്കൊക്കെ നമ്മൾ കുറേ വർഷങ്ങൾ തൊട്ടേ ഒരുമിച്ച് ടൈംസ് ഉണ്ട്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോചേട്ടനെ, അതെ അർജുൻ ചേട്ടനെ. അപ്പോൾ എന്നെക്കാട്ടും കൂടുതൽ എൻ്റെ അമ്മയ്ക്കായിരുന്നു ഭയങ്കര സന്തോഷം ഈ സിനിമ കിട്ടിയപ്പോൾ. ശരിക്കും അമ്മയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അർജുനെ. സോ താങ്ക് യു സോ മച്ച് സാനിയ. ഐ തിങ്ക് നൗ ഐ ഗോ അഹെഡ് ആൻഡ് ഇൻവൈറ്റ് അർജുൻ അശോകൻ ഓൺ സ്റ്റേജ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ പ്രിയപ്പെട്ട താരം അർജുൻ അശോകനെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യും. പക്ഷേ ജീവിതത്തിനെ ഒരിക്കലും ചേർച്ചിട്ടുള്ള സ്ക്രീൻ സ്പേസ് ആയാലും പറ്റുന്നുണ്ട്. പക്ഷെ അതൊരു വലിയൊരു പ്രശ്നത്തെ പറയുമ്പോൾ പിന്നെ അതേപോലെ മിക്സ് ചെയ്യുന്ന ഈ പടത്തിന് അടിപൊളിയാണ്. ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ്. താങ്ക് യു അർജുൻ ചേട്ടാ. അടുത്തതായി വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്ന വ്യക്തി നമ്മുടെ എല്ലാവരും കാരണം എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയ സന്തോഷം ഷാജിക്ക് പടത്തിൽ അഭിനയിച്ചു എന്നുള്ളതാണ്. അതും ഫസ്റ്റ് ഡേ ഷൂട്ടിന്റെ സമയത്ത് ഒരു സ്റ്റേജ് ഭയങ്കര സന്തോഷം. സ്ലോ മോഷനിൽ സുഖമുണ്ടല്ലോ, അതിലൊരു സന്തോഷമുണ്ടായിരുന്നു. കാരണം പണ്ട് നരസിംഹത്തിൽ ഇറങ്ങിയിട്ട് അച്ഛൻ്റെ കാലിൽ 5 3 മരം വേണ്ടി തരാനുള്ള ഡയലോഗൊക്കെ ആ ഫുൾ ഡയലോഗ് എനിക്ക് അറിയാറുണ്ട്. അപ്പോൾ അത് ആ സമയത്ത് സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കറിയില്ല. പക്ഷെ ആ സിനിമയിൽ പഠിച്ച ഡയലോഗുകൾ എനിക്ക് കുറേയൊക്കെ സിനിമയിൽ എത്തിയപ്പോൾ കുറേയൊക്കെ സഹായിച്ചിട്ടുണ്ട്. സന്തോഷം.
കഴിഞ്ഞപ്പോൾ ഭയങ്കര ചെലവാണ്. അപ്പോൾ ഞാൻ കുറേ ഡയറക്ടേഴ്സിനെ വിളിച്ച് ചാൻസ് ചെയ്തിട്ടുണ്ട്. ജോസ് സാറിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ജോസ് സാർ വരിക വിളിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര ചെലവാണ്. വരവ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വീണ്ടും വരവിനെ വെയിറ്റ് ചെയ്തു. വരവ് എന്നാലും തിയേറ്ററിൽ ഭയങ്കര ഹിറ്റാണ്. എന്നാൽ എനിക്കും വരവ് വരുള്ളൂ. വരവ് The core theme of the movie Varavu. Thank you so much. ശരവണൻ സാർ, താങ്ക് യു. ഭയങ്കര രസമായിട്ടാണ് സാറ് ഷൂട്ട് ചെയ്തത്. ട്രെയിലർ ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ മുഖം എത്ര ഭംഗിയിലിരിക്കുകയാണെന്നൊക്കെ ഒരു സന്തോഷം. താങ്ക് യു. Thank you.